ഏക സിവിൽ കോഡിൽ പ്രതിഷേധം ശക്തമാക്കുക, ഒപ്പം തന്നെ പ്രക്ഷോഭ പരിപാടി ഏത് നിലയ്ക്ക് വേണമെന്ന് കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിനായി കോൺഗ്രസിൻ്റെ യോഗം ഇന്ന് ചേരാനിരിക്കുകയാണ്. നേതൃയോഗം ഇന്ന് ചേരാനിരിക്കുകയാണ്. KPC നേതൃയോഗം. പാർട്ടി പുനഃസംഘടനയും ഒരുപക്ഷെ ഈ യോഗത്തിൽ ചർച്ചയായേക്കും. ഒപ്പം തന്നെ ഹൈബി ഈഡന്റെ തലസ്ഥാന മാറ്റ വിവാദവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ തന്നെ ഇന്നും ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിലും ചർച്ചയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. KPCC ഭാരവാഹികൾ, MPമാർ, MLAമാർ, DCC പ്രസിഡന്റുമാർ തുടങ്ങിയവരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കുചേരും. ബിനോയ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബിനോയ്, കോൺഗ്രസ് ഇന്ന് യോഗം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം മുസ്ലിം സംഘടനകളുടെ യോഗം ചേർന്നിരുന്നു. ഇന്നിപ്പോൾ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഒരുപക്ഷെ KPCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ടല്ലോ. ഒപ്പം വിവിധങ്ങളായിട്ടുള്ള മറ്റു വിഷയങ്ങളും ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാവില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. നിരവധിയായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് KPCCയുടെ ഒരു പ്രത്യേക യോഗം ഇന്ന് ചേരുന്നത്. അതായത് DCC ഭാരവാഹികൾ വരെ ഉള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യോഗമാണ് ഇന്ന് ചേരുന്നത്. MPമാരുണ്ടാവും, MLAമാരുണ്ടാവും. ഇതിൻ്റെ ഒരു അജണ്ട അനുസരിച്ച് പ്രധാനമായും നിലവിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏകീകൃത സിവിൽ കോഡാണ്. ഇതുമായി ബന്ധപ്പെട്ട CPM കോഴിക്കോട് ഒരു സെമിനാർ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ എങ്ങനെയായിരിക്കും, ഏത് തരത്തിലായിരിക്കണം കോൺഗ്രസ് പാർട്ടി ഇതിനേക്കാൾ കൂടുതൽ പ്രത്യക്ഷത്തിൽ ഒരു പ്രതിഷേധവുമായി എത്തേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ചയുണ്ടാകും. പിന്നെ സമീപകാലത്ത് കോൺഗ്രസിന് നേരെയുണ്ടായ, കോൺഗ്രസ് നേതാക്കന്മാർക്ക് നേരെയുണ്ടായ കേസുകൾ, പ്രധാനമായും K. സുധാകരൻ ഒപ്പം പ്രതിപക്ഷ നേതാവ് ഇവർക്കെതിരെ ഉണ്ടായ കേസുകൾ, ഇതിനെ ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെ നേരിടണം, ഏതു തരത്തിലാണ് പാർട്ടി നേരിടേണ്ടത്, ഒപ്പം നിലവിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി വരാൻ പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷനാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് ഏകീകരിക്കേണ്ടത്, അത്തരം സ്വഭാവങ്ങൾ. അതായത് ഏറ്റവും നിർണായകമായൊരു മറ്റൊരു പ്രശ്നം, ഈ നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ച് വരികയാണ്. ഈ ജൂലൈ അവസാനത്തോടു കൂടിയാണ് ആ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുക. അതിനുശേഷം ഉണ്ടാകുന്ന സ്ഥിതിഗതികൾ മാത്രവുമല്ല, മറ്റൊരു കാര്യമുള്ളത് DCC ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സമീപനം അത് എങ്ങനെയായിരിക്കും. കാരണം ബ്ലോക്ക് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വലിയ ചർച്ചകളുണ്ടായിരുന്നു. പരസ്പരം പഴിചാരിയും വാദപ്രതിവാദങ്ങളും ഒക്കെ കടന്നു വന്നിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിനകത്തു തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഘടകകക്ഷികളുമായി ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും ചർച്ച ചെയ്യുക. എന്തായാലും ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് ഇനി മുന്നോട്ട് പോകേണ്ടത്. കാരണം ഹൈക്കമാൻഡിൻ്റെ പച്ചക്കൊടി KPCCക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം KPCCക്ക് ഏകീകൃത സിവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഏകീകൃത സിവിൽ കോഡിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ അനുമതികളും ഹൈക്കമാൻഡ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ യോജിച്ച് നിന്നുകൊണ്ടുള്ള ഒരു സമരമാണോ, അതോ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാണോ സമരത്തിന് പോകുന്നത്, കോൺഗ്രസ് എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത്, ഏതു തരത്തിലാണ് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും മുഖ്യമായും ചർച്ച ചെയ്യുക. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അതേസമയം തെരുവിലിറങ്ങി ഒരു സമരത്തിലേക്ക് പോകണ്ട എന്ന നിലപാട് മുസ്ലിം സംഘടനകൾ എടുത്തിട്ടുണ്ടെങ്കിലും അതല്ല, അതിനേക്കാൾ അത്തരത്തിലൊരു സമരം വേണമോ, അതോ അതിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് സമരത്തിൻ്റെ മുഖം മാറ്റണമോ എന്നുള്ള തരത്തിലൊക്കെ ചർച്ചയാവും. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു, അല്ലെങ്കിൽ BJP സർക്കാരിനെതിരെയുള്ള ഒരു ശക്തമായ സമര നീക്കം കേരളത്തിൽ തുടങ്ങുന്നതിനെ കുറിച്ചുമൊക്കെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാവും. മറ്റൊരു പ്രധാന വിഷയമായി എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ഇത് KPCCക്കുള്ളിലെ വരും ചർച്ചയായി വറക്കൊണ്ടിരിക്കുന്നത് DCC ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ്. നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വലിയ വിവാദമുണ്ടായിരുന്നു. എന്നാൽ DCC ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എങ്ങനെ വേണം, ഏതു തരത്തിലായിരിക്കണം, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കുന്നതൊക്കെ വലിയ ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ആ വിഷയങ്ങൾ ഇനി ചർച്ചയാകുമോ, അതോ ഇന്നത്തെ ഏകീകൃത സിവിൽ കോഡിൽ ഒതുങ്ങി മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ KPCC നേതാക്കന്മാർക്കെതിരെ കേസുണ്ടാകുന്നു, ആ കേസുകളെ എങ്ങനെ പ്രതിരോധിക്കണം, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതൊക്കെ. എന്തായാലും ഈ KPCC ഭാരവാഹി യോഗത്തിന് ശേഷം KPCC അധ്യക്ഷൻ തന്നെ ഒരു യോഗം വിളിക്കാനും പത്രസമ്മേളനം വിളിക്കാനും സാധ്യതയുണ്ട്. തീർച്ചയായും ആ ഒരു വാർത്താ സമ്മേളനത്തിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന്